ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 11-ാം ഞായർ. ഇന്ന് ലോകമെങ്ങും പിതാക്കന്മാരുടെ ദിനം, പിതൃദിനം, ഫാദേഴ്സ് ഡേ കൊണ്ടാടുകയാണ്. നമ്മുടെ പിതാക്കന്മാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും അവരോടുള്ള നമ്മുടെ പ്രത്യേകമായ സ്നേഹം പ്രകടമാക്കാനും നമുക്ക് ലഭിക്കുന്ന പ്രത്യേക അവസരമാണ് ഈ സുദിനം. 5 ആഴ്ച മുമ്പ് നമ്മൾ മാതൃദിനം കൊണ്ടാടി, അമ്മമാരുടെ ദിനം. അന്ന് അമ്മമാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും അവരോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കാനും നമ്മുടെ കൃതജ്ഞത അവർക്ക് നേരുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇന്ന് നമുക്ക് നമ്മുടെ പിതാക്കന്മാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും അവരോടുള്ള നമ്മുടെ സ്നേഹവും കൃതജ്ഞതയും പ്രകടമാക്കാനും നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, ആ പിതാക്കന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു റോസാപ്പൂ, ചുവന്ന റോസാപ്പൂ വേകി നമുക്ക് അവരെ ആദരിക്കാൻ ശ്രദ്ധിക്കാം. അവർ മരിച്ചുപോയെങ്കിൽ ഒരു വെള്ള റോസാപ്പൂ വേകി അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പിതാവിൻ്റെ സ്നേഹം. ആ സ്നേഹം നമ്മളെ സംരക്ഷിക്കുന്നു, നമ്മളെ പരിപാലിക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മളെ വഴി നടത്തുന്നു, നമ്മളെ പരിശീലിപ്പിക്കുന്നു. പിതാക്കന്മാർ അവരുടെ ജീവിതത്തിലൂടെയും ജീവിത മാതൃക കാണിച്ചു തന്നുകൊണ്ട്, അതേപോലെ പ്രബോധനങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ശിക്ഷണത്തിലൂടെയും ഒക്കെ നമ്മളെ നല്ല മനുഷ്യരായി, നല്ല വിശ്വാസികളായി വളർത്തിയെടുക്കുന്നു. ആ പിതാക്കന്മാർ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പിതാവിൻ്റെ സ്നേഹം വേണ്ടവണ്ണം കിട്ടിയില്ല എങ്കിലോ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കണം എന്നറിയില്ല. നമ്മൾ വേണ്ടാത്ത തഴക്കദോഷങ്ങളിലൊക്കെ പെട്ടു എന്ന് വരാം. നമ്മുടെ ബന്ധങ്ങളിൽ പോലും നമുക്ക് പാളിച്ചകൾ വന്നു എന്ന് വരാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പരിശീലനം ഒരു വിധത്തിൽ നമുക്ക് ലഭിക്കാൻ തുടങ്ങുന്നത് പിതാക്കന്മാരിലൂടെയാണ്. നമ്മളെ നടക്കാൻ പഠിപ്പിച്ചത് ഈശോ, അല്ലെങ്കിൽ നമ്മുടെ പിതാവ് എന്ന് വേണേൽ പറയാം. നമുക്ക് ചോറ് വാരി തന്നത്, നമ്മളെ കവളോട്, നമ്മളെ കരങ്ങളിലെടുത്ത് കവളോട് ചേർത്ത് വെച്ചത് എല്ലാ രൂപത്തിൽ ഈ ദൈവം ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 11-ാമത്തെ അധ്യായത്തിൽ തൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലാണ് അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ ആ പിതാവിൻ്റെ സ്നേഹം വേണ്ടവണ്ണം കിട്ടിയില്ല എങ്കിൽ പലപ്പോഴും കിട്ടാത്തതോർത്ത് വിഷമിക്കുന്നവരുണ്ട്. എനിക്കെൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം കിട്ടിയില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ പിതാക്കന്മാർ തങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ പിതാവിൻ്റെ അനുഗ്രഹം ലഭിക്കാതെ മൂലം വിഷമിക്കുന്ന മകനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പിതാവിൻ്റെ അനുഗ്രഹവും ആശ്വാസവും നമുക്ക് അത്യാവശ്യമാണ്. പിതാവിൻ്റെ വാത്സല്യം നമുക്ക് അത്യാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, എങ്കിൽ പോലും ചിലപ്പോൾ നമുക്കത് ലഭിക്കാതെ പോകുന്നു. നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാകാം, നമ്മുടെ അപ്പൻ ചിലപ്പോൾ നമ്മളെ ഗവനിക്കാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് അപ്പൻ പോയത് കൊണ്ടാകാം. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഒരു വിധത്തിൽ നമ്മുടെ ഉള്ളിൽ വലിയ തേങ്ങലാണ്, എനിക്കെൻ്റെ അപ്പൻ്റെ സ്നേഹം കിട്ടിയില്ലല്ലോ എന്നോർത്ത്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇന്നത്തെ 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ നടക്കുന്നത് കാഴ്ച കൊണ്ടല്ല വിശ്വാസം കൊണ്ടാണ്. കാഴ്ച കൊണ്ട് നമ്മൾ കാണുന്ന പിതാവ് നമ്മളെ സ്നേഹിച്ചില്ല എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലൂടെ നമ്മൾ കാണുന്ന ദൈവപിതാവ് നമുക്ക് വേണ്ട സ്നേഹമെല്ലാം പകർന്നു തരുന്നുണ്ട്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന ദൈവം, നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ദൈവം, പ്രിയപ്പെട്ടവരെ, ആ ദൈവം നമ്മളെ ആവോളം സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മുടെ ഹൃദയവും ജീവിതവും നമ്മൾ തുറന്നു കൊടുക്കുമ്പോഴാണ് അവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുക. ലോകം മുഴുവനും ദൈവസ്നേഹത്തിൻ്റെ പരിധിയിൽ വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അതിനെ ദൈവരാജ്യം എന്ന് പറയുക. ആ ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഈശോനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ദൈവരാജ്യ അനുഭവം അത് ഒരു വിധത്തിൽ കടുക് പോലെ ആണ് എന്ന് പറയാറുണ്ട്. എൻ്റെ തുടക്കം അങ്ങനെയാണ്. ഏറ്റവും ചെറുതാണ് എന്ന് തോന്നാം, നിസ്സാരമാണെന്ന് തോന്നാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവവും ദൈവാത്മാവും ദൈവചൈതന്യവും ദൈവവചനവും അവിടെ പ്രവർത്തിക്കുമ്പോഴോ അത് ഏറ്റവും വിശാലമായി മാറും.
നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആ ദൈവരാജ്യ അനുഭവം പ്രിയപ്പെട്ടവരെ വിത്ത് പോലെ വിതയ്ക്കപ്പെട്ടിരിക്കുക. നമ്മുടെ ഓരോ കുടുംബത്തിലും, നമ്മുടെ ഓരോ സമൂഹത്തിലും, നമ്മുടെ ലോകത്തിലും അവയെ ഒരു വിധത്തിൽ പോഷിപ്പിക്കുവാൻ, വളർത്തുവാൻ, പരിപാലിക്കുവാൻ ഉള്ള വലിയ കടമയാണ് നമുക്കുള്ളത്. അത് വിതയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പാകമാകുമ്പോൾ അത് കൊയ്തെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ ഒന്നാമത്തെ വായന, ഈ സുവിശേഷത്തിലെ ഒന്നാമത്തെ വായന നമ്മളോട് പറയുന്നത് അതേക്കുറിച്ചാണ്. ആ വിത്ത് വിതച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ അറിയാതെ തന്നെ മുള പൊട്ടുന്നു, എന്നിട്ട് ഇലകൾ വരുന്നു, ശാഖകൾ വരുന്നു, അവസാനം ഫലം കായ്ക്കുന്നു. അപ്പോഴാണ് നമ്മൾ അത് കൊയ്യാൻ പോവുക. നമ്മളറിയാതെ തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ സമൂഹത്തിലും, നമ്മുടെ ലോകത്തിലും ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെ നമ്മുടെ കടമ എന്താണെന്നറിയാവോ? ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക. ദൈവത്തിൻ്റെ സ്നേഹം നുകർന്ന് ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധ വയ്ക്കുക. ദൈവത്തിൻ്റെ വചനം കേട്ടത് നിവർത്തിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. ദൈവത്തെ അനുകരിച്ചുകൊണ്ട് ദൈവപ്രവർത്തനം ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തോട് നമുക്ക് സഹകരിക്കാൻ സാധിക്കുമ്പോഴാണ് ദൈവരാജ്യ അനുഭവത്തിൽ വളരാനും ജീവിക്കുവാനും നമുക്കൊക്കെ സാധിക്കുക. നമുക്ക് അവിടെയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമുക്ക് അഹങ്കാരം വേണ്ട. എല്ലാം ഞാനാ ചെയ്യുന്നത് എന്ന ചിന്താഗതി നമുക്ക് വേണ്ട. എല്ലാം ദൈവമാ ചെയ്യുന്നത്. നമ്മൾ ദൈവത്തോട് സഹകരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ആ ദൈവത്തിൻ്റെ, ഈശ്വരനാഥൻ പറയുന്നില്ലേ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നു അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്. അപ്പം നിരന്തരം കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധ വയ്ക്കുമ്പോൾ, കർത്താവിനെ പ്രീതിപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധ വയ്ക്കുമ്പോൾ, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, കർത്താവിനായി, കർത്താവിൻ്റെ പ്രവർത്തനത്തിനായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ ദൈവരാജ്യം വളർന്ന് പന്തലിക്കുന്ന ഒരു അനുഭവമാണ്. അതിൽ പക്ഷികൾ ചേക്കേറുമെന്ന് പറയുക. നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായന എസേക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്, ബാബിലോൺ പ്രവാസകാലത്ത് ഇസ്രായേൽ ജനത്തിന് വലിയ പ്രത്യാശ പകരുന്ന പ്രവാചകനാണ് ഈ എസേക്കിയേൽ പ്രവാചകൻ. അവിടെ പറയുകയാണ്, നമ്മൾ ബാബിലോൺ പ്രവാസത്തിൽ നമുക്കറിയാം, ഇസ്രായേൽക്കാർ അവർക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു, ഉണങ്ങി വരേണ്ട ഒരു വൃക്ഷം പോലെ കിടക്കുന്ന ആ ഇസ്രായേൽ ജനത്തോട് പറയാണ്, ഞാൻ നിന്നിൽ നിന്ന് ഒരു മുളയെടുത്ത് അതിനെ പ്രത്യേകമായി നട്ടുപിടിപ്പിക്കും, അത് ഏറ്റവും വലിയ വൃക്ഷമായി മാറും. അതിൻ്റെ വൃക്ഷത്തിൻ്റെ തണലിൽ എല്ലാ ജനതകളും, എല്ലാ പക്ഷികളും ചേക്കേറുമെന്ന് പറയാം. വൃക്ഷം രാജ്യത്തിൻ്റെ പ്രതീകമാണ്, പക്ഷികളോ മനുഷ്യരുടെയൊക്കെ പ്രതീകമാണ്. എല്ലാ മനുഷ്യരും പ്രിയപ്പെട്ടവരെ കർത്താവിൽ അഭയം തേടാനായിട്ട് കടന്നു വരുന്നത് ഈ ഇസ്രായേലിൻ്റെ അടുത്തേക്കാണെന്ന് ഒന്നാമത്തെ വായന പറയുക. അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് ഒരു വിധത്തിൽ ഇന്നത്തെ സുവിശേഷവും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കണം. കടുകുമണി പോലെ നിസ്സാരമായി തുടങ്ങും, പക്ഷേ അതോ ഈ പക്ഷികൾക്ക് ചേക്കാൻ തക്കവണ്ണമുള്ള ഒരു വൃക്ഷമായി അത് വളരും എന്ന് പറയുകയാണ്. നമുക്കുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് എന്താ പറയുന്നത് എന്നറിയാവോ? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എല്ലാ കാര്യത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. നിരന്തരം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ ദൈവരാജ്യ അനുഭവം വരും. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനം നമ്മൾ വായിച്ചു കേട്ടത് എന്താ? ഈശോ ഉപമകളിലൂടെ മനുഷ്യരെ പഠിപ്പിച്ചു. എന്നാൽ ഭവനത്തിൽ വന്നപ്പോഴോ ശിഷ്യന്മാരെ പ്രത്യേകമായി വിളിച്ചിരുത്തി അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് പറയുകയാണ്. ഈശോ എങ്ങനെ ശിഷ്യന്മാരെ രൂപപ്പെടുത്തി എന്ന കാര്യം പറയുക. നമ്മളാണ് ഇന്നത്തെ ലോകത്തിലെ കർത്താവിൻ്റെ ശിഷ്യന്മാരെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും കർത്താവിൻ്റെ കൂടെയായിരുന്ന് കർത്താവിൽ നിന്ന് പാഠം പഠിക്കുവാനായിട്ട് സാധിക്കണം. അത് നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദൈവവചനം പഠിക്കുവാനും കൂദാശകളിൽ പങ്കുചേരുവാനും കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും ശുശ്രൂഷകൾ നടത്തുവാനുമെല്ലാം ശ്രദ്ധ വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോയുടെ ശിഷ്യരായി നമ്മൾ വളരുക. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പ്രത്യേകം പഠിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14, 15, 16 അധ്യായങ്ങൾ ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യേകമായി പ്രബോധനമേകുന്ന കാര്യമാണ്. പിതാവായ ദൈവത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒക്കെ
അവിടെ പ്രത്യേകമായിട്ട് സ്നേഹത്തെക്കുറിച്ച് എല്ലാം പ്രത്യേകമായിട്ട് കർത്താവ് അവിടെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഉത്ഥാനം കഴിഞ്ഞും ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 24 അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് പിതൃദിനം കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിരന്തരം ബോധപ്പെടാം. ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനും വളരുവാനും നമുക്ക് തയ്യാറാകാം. ആ പിതാവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് മറ്റുള്ളവരിലും ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. പ്രത്യേകമായിട്ട് ദൈവത്തിൽ പൂർണ്ണമായ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും നിസ്സാരമായതിൽ പോലും മഹത്വം ദർശിച്ച് പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിൽ മുന്നേറാം. നമ്മിലും മറ്റുള്ളവരിലും എല്ലാം വിതയ്ക്കപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ വിത്ത് നന്നായി പൊട്ടി മുളച്ചു വളരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവേഷ്ടമനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ഈശോയുടെ നല്ല ശിഷ്യരായി വളരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.